തിരുവോണ ദിവസത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉത്രാടത്തിന്റെ തലേ ദിവസം തൊട്ടുള്ള കുറച്ച് പാർട്ടും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ വർഷങ്ങളിൽ എൻ്റെ ഉത്രാടം എന്ന് പറയുന്നത് തിരുവോണത്തിലേക്കുള്ള സകല കാര്യങ്ങളും അരിഞ്ഞു പെറുക്കി വൃത്തിയാക്കി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാനത് ചെയ്തില്ല. തിരുവോണമായിട്ട് ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എപ്പോ ഇനി പോയിട്ട് വരുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ കൺഫ്യൂഷൻ ആയതുകൊണ്ട് കൂടുതൽ അരിയാനും പെറുക്കാനും ഒന്നും ഞാൻ നിന്നില്ല. ഇത് ഇന്ന് വെളുപ്പിനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഹസ്ബൻഡിന് ഡ്യൂട്ടി, അമ്മയ്ക്കാണെങ്കിൽ ചെറിയൊരു കടയുണ്ട്. അവിടെ ചെറിയൊരു ചായക്കച്ചവടവും മോരും തൈരും ഒക്കെ വിൽക്കാറുണ്ട്. എല്ലാ വർഷവും ഓണത്തിന് അമ്മ കടയിൽ പോവാറുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ അണ്ണൻ പോയി ഉച്ചയ്ക്ക് വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കും. ഇതാണ് സാധാരണയുള്ള ഞങ്ങളുടെ ഓണം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ടാണ് തിരുവോണത്തിന്റെ അന്ന് അണ്ണന് ഡ്യൂട്ടി വരുന്നത്. ഉച്ചയ്ക്ക് ഊണിന് കാണുമോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് പറയാൻ അണ്ണനും കഴിയുന്നില്ല. അതാണ് ആകെ കൂടെ ഉള്ളൊരു വിഷമം. ഞാൻ എന്തായാലും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് കുഞ്ഞമ്മയുടെ അങ്ങ് കയറി അനിയത്തിയെ വിളിക്കണം. ഇതാണ് ഞങ്ങളുടെ വീടിന് സമീപത്തുള്ള ആക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. അവിടെ 2 ദേവിമാരാണ് കേട്ടോ, ദുർഗയും ഭദ്രയും. ദേവിമാരുടെ മുമ്പിലെ മനോഹരമായ അത്തപ്പൂക്കളം നമ്മുടെ ഇവിടുത്തെ കുട്ടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ 2 പേരും വന്ന് കാപ്പി പിടിച്ചു. കൂടെ വന്നത് അനിയത്തിയാണേ. രാവിലത്തെ ആഹാരമൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള കറികളെല്ലാം ഉണ്ടാക്കി. നമ്മൾ ഇന്നിവിടെ വെച്ചത് സേമിയ പായസമാണ് കേട്ടോ. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പിന്റെ സമയമാണ് ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ 2:30 കഴിഞ്ഞപ്പോഴത്തേനും അണ്ണനും അമ്മയും വന്നു കേട്ടോ. പിന്നെ ഞാൻ ഇലയിട്ട് കറികൾ ഓരോന്നായിട്ട് വിളമ്പാൻ തുടങ്ങി. ആ കറി സ്റ്റൂ ആണ്. കൊല്ലം ജില്ലയിലൊക്കെ നമ്മുടെ സദ്യയിൽ വിളമ്പുന്ന ഒരു കിഴങ്ങ് കറിയാണിത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പൊ എന്റെ ഹസ്ബൻഡിന് ഇത് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അമ്മ എപ്പോഴും അവിടെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് കേട്ടോ. എത്ര നിർബന്ധിച്ചാലും അമ്മ ഞങ്ങളുടെ കൂടെ വന്നിരിക്കില്ല. അമ്മയുടെ സ്ഥലം അവിടെയാണ്. നമ്മുടെ ഇവിടുത്തെ സദ്യയിലേക്ക് ആദ്യം പരിപ്പ് വിളമ്പിയിട്ടാണ് സാമ്പാറും പുളിശ്ശേരിയും വിളമ്പാറുള്ളത്. പരിപ്പില്ലാത്ത സദ്യ ഞങ്ങൾക്ക് കൊല്ലം ജില്ലക്കാർക്ക് ചിന്തിക്കാനേ പറ്റില്ല. തിരുവനന്തപുരം, ആലപ്പുഴയൊക്കെ പരിപ്പുണ്ട്. കുറച്ച് വൈകിപ്പോയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.